വർഷങ്ങളും മാസങ്ങളും ദിനരാത്രങ്ങളും നമ്മിൽ നിന്നും ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അഥവാ നമ്മുടെ ആയുസ് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കും. അപ്പോഴെല്ലാം ഇതുവരെയും ജീവിച്ച ജീവിതം അള്ളാഹുവിലേക്ക് സമർപ്പിക്കപ്പെട്ടതായിരുന്നോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഇനി വരാനിരിക്കുന്ന ബറാഅത്ത് രാവ്, പരിശുദ്ധമായ രാവ്, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ശഅബാൻ, ഇതിലൊക്കെ പരിശുദ്ധ റമളാനിന് മുന്നോടിയായിക്കൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എൻ്റെ മാസമാണ്, പരിശുദ്ധ ശഅബാനിനെ കുറിച്ച്. അപ്പോൾ നബിതങ്ങൾ അത്രമാത്രം തങ്ങൾ ആകർഷിക്കപ്പെട്ടൊരു മാസം. അപ്പോൾ ആ മാസത്തിന് നമ്മൾ എത്രമാത്രം സ്നേഹിക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, കൂടുതലായി സുന്നത്ത് നോമ്പുകൾ ഈ മഹത്തായ ശഅബാൻ മാസത്തിൽ കൂടുതലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുന്നതിൽ ആവേശം കാണിച്ചിരുന്നു എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അഥവാ റമളാനിന്റെ നോമ്പ് അങ്ങ് പൂർത്തീകരിക്കപ്പെടാൻ അല്ലെങ്കിൽ സംശുദ്ധീകരിക്കപ്പെടാൻ ഈ ശഅബാനിലുള്ള നമുക്ക് സുന്നത്തായ നോമ്പുകളും ഒരു കാരണമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയും കൂടുതലായി സുന്നത്ത് നോമ്പുകൾ ഈ മാസത്തിൽ നമ്മൾ പതിവാക്കുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അത് പരിശുദ്ധ റമളാനിലേക്ക് നമ്മുടെ മനസ്സിനെ നോമ്പെടുത്തുകൊണ്ട് നമ്മൾ പാകപ്പെടുത്തുകയാണ്. അങ്ങനെ പാകപ്പെടുത്തി പിന്നീട് റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് നോമ്പ് വളരെ എളുപ്പമായി തീരും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരികളും, ഇനിയുള്ള ദിനരാത്രങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ, വിശേഷിച്ചും ആ മൊബൈൽ ഫോണിലേക്കുള്ള നോട്ടങ്ങളും ആ സ്ക്രീനിൽ ചെലവഴിക്കുന്ന മണിക്കൂറുകളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മവകന്മാർ, അതൊക്കെ നിങ്ങൾ നിർത്തിവെച്ച് അത്യാവശ്യത്തിന് മാത്രം ആ മൊബൈൽ തുറന്നു നോക്കുക. വലിയൊരു ദുരന്തത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെ ചെയ്തികൾ കണ്ടുകൊണ്ട് വളരുന്ന മക്കളും ആ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിപ്പോകും. ആ മക്കൾ കണ്ടു വളരേണ്ടത് മാതാപിതാക്കളെയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. 24 മണിക്കൂറിൽ വെറും 1.5 മണിക്കൂറാണ് നമ്മുടെ ഉസ്താദുമാർക്ക് നമ്മുടെ മക്കളെ കിട്ടുന്നത്, അല്ലേ? 24 മണിക്കൂറിൽ 1.5 മണിക്കൂർ കൊണ്ട് ഈ ഉസ്താദുമാർ ആ മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കും. അല്ലെങ്കിൽ 2 മണിക്കൂർ. ബാക്കി 22 മണിക്കൂർ നമ്മുടെ സന്താനങ്ങൾ എവിടെയാണ് വളരുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാതാപിതാക്കൾ ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മക്കളുടെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് അത് ഉമ്മയുടെയും ബാപ്പയുടെയും സ്വഭാവം നോക്കിക്കൊണ്ടാണ്. കാരണം മക്കൾ കൂടുതൽ മണിക്കൂറുകളുമുള്ളത് വീട്ടിലായിരിക്കും. സ്കൂളുകളിലോ കോളേജിലോ 7-8 മണിക്കൂറുകൾ. പിന്നീട് അവർ വന്ന വീട്ടിലാണ്. ആ വീട്ടിലുള്ള മണിക്കൂറുകളിൽ അല്ലെങ്കിൽ മാതാപിതാക്കളോട് കുടുംബത്തോടൊപ്പം ചെലവഴിക്കുമ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് അവിടെ വെച്ചാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ മാതാപിതാക്കൾ നല്ല സ്വഭാവത്തിലും നല്ല ദീനീപരമായ ചിട്ടയിലും ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളും അത് കണ്ടുകൊണ്ട് തന്നെ അവർ ജീവിച്ച് വളർന്ന് നല്ല മക്കളായി വളർന്നു വരും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വീട്ടിൽ കൃത്യമായ നിസ്കാരങ്ങൾ വേണം. മറ്റുള്ള ദിക്റുകളും സലാത്തുകളും ദീനീപരമായ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കണം.
അതിന് നമ്മൾ പ്രാമുഖ്യം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മഹത്തായൊരു സംഗമം ഈ പരിശുദ്ധ ശഅബാനിൽ റമദാനിന് മുന്നോടിയായിക്കൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ദിക്ർ ചൊല്ലുവാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഇന്നു മുതലെങ്കിലും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ഹൃദയങ്ങളെ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും പരിശുദ്ധ റമദാനിൻ്റെ ആ എല്ലാവിധത്തിലുള്ള ആദരവുകളും ബഹുമാനങ്ങളും അതിൻ്റെ പുണ്യങ്ങളും കരസ്ഥമാക്കുകയും ചെയ്യണം. അതിന് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അതിനുവേണ്ടി അവസരമൊരുക്കിയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട SYSൻ്റെയും അതുപോലെ മുസ്ലിം ജമാഅത്തിൻ്റെയും SSFൻ്റെയും പ്രവർത്തകന്മാരും നേതാക്കളും ഇവിടെ നമ്മുടെ വേദിയിലുണ്ട്, നമ്മുടെ മജ്‌ലിസിലുമുണ്ട്. അവരൊക്കെ ആത്മാർത്ഥമായി ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പരിശുദ്ധ മജ്‌ലിസിൽ നമുക്ക് ഈ രാത്രിയിൽ ഒരുമിച്ച് കൂടുവാൻ സാധിച്ചത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പലരും ഇവിടെ ദുആ കൊണ്ട് പറഞ്ഞവരുണ്ട്, പല വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞവരുണ്ട്. നമ്മുടെ പ്രവർത്തകന്മാർ ഞാൻ അറിഞ്ഞിടത്തോളം 10 വർഷത്തോളമായി അല്ലേ, 10 വർഷത്തോളമായി നമ്മുടെ നാട്ടിലെ ഒരു 25 കുടുംബങ്ങൾക്ക് മാസം ഓരോ മാസവും 25 കുടുംബങ്ങൾക്ക് കിറ്റ് കൊടുക്കുന്നുണ്ട്. അത് 10 വർഷമായി ഇവിടെ തുടർന്ന് വരുന്നു. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതെല്ലാവരുടെയും സഹായം കൊണ്ടുള്ളതാണ്. നമ്മുടെ ഈ സംഘടനകളൊക്കെയും പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു പ്രശസ്തി ആഗ്രഹിച്ചുകൊണ്ടല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഈമാൻ, അതാണ് ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം. ഈമാനാണ്. ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം സമ്പാദ്യമല്ല, അല്ലെങ്കിൽ വലിയ കോടികളുടെ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല ഒരു മുസൽമാന്റെ ലക്ഷ്യം. ലോകത്ത് വലിയൊരു പ്രതാപത്തോടെ ജീവിച്ചു മരിക്കുക എന്നുള്ളതല്ല. പിന്നെയോ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായി വിശ്വാസം ഉൾക്കൊണ്ടല്ലാതെ മരിക്കുവാൻ പാടില്ല. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അപ്പോൾ ഒരു മുസൽമാന്റെ ആത്യന്തിക ലക്ഷ്യം ഈമാൻ, സത്യവിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുകയും സത്യവിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് ഇവിടുന്ന് മരിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നതും അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യപ്രവാചകരായി പരിശുദ്ധ ഖുർആനുമായി നമ്മിലേക്ക് കടന്നു വന്നതും ഈ ഒരു ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. മഹാന്മാരായ പ്രവാചകന്മാർ പോലും അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത, അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിഞ്ഞ ആ പരിശുദ്ധരായ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, അവർ പോലും മരണസമയത്ത് വസിയത്ത് ചെയ്തത്, അവരുടെ മക്കളെ വിളിച്ച് വസിയത്ത് ചെയ്തത്, കുടുംബങ്ങളോട് വസിയത്ത് ചെയ്തത്, ഈ ലോകത്തവർ പ്രചരിപ്പിച്ചത് ഈമാൻ രക്ഷപ്പെടുത്തണമെന്നാണ്. അള്ളാഹുവിനുള്ള വിശ്വാസം അടിയുറപ്പിച്ച് നിർത്തുകയും സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ ആശയാദർശങ്ങളിൽ ജീവിച്ച് മരിക്കാനുമാണ് അവർ നമ്മോട് എല്ലാവരോടും ഉപദേശിച്ചിട്ടുള്ളത്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, അപ്പോൾ നമ്മുടെ ഈ സംഘടനകളെല്ലാം ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ സംരക്ഷണമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തെ അടിയുറപ്പിച്ച് നിർത്തുക എന്നുള്ളതും അതോടൊപ്പം നമ്മുടെ നാട്ടിലുള്ള പാവങ്ങളെയൊക്കെ സഹായിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്ത് പാവങ്ങളുടെ കണ്ണീരൊപ്പിക്കൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഈ മഹത്തായ പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, അതിനൊക്കെ നിങ്ങൾ സ്നേഹിക്കുകയും അതിനുവേണ്ട സഹായങ്ങൾ, ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക്